ഉപേക്ഷിക്കപ്പെട്ട ക്വാറികൾ നാടിന് വിപത്തായി മാറിയ കഥകൾ കേട്ടാണ് നമുക്ക് ശീലം. എന്നാൽ കേരളത്തിലെ പള്ളിച്ചൽ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിന്റെ കഥ മറിച്ചാണ്. ഉപേക്ഷിക്കപ്പെട്ട പാറക്വാറിയെ എങ്ങനെയാണ് നാടിന് ഉപകാരപ്രദമാക്കി മാറ്റിയതെന്നറിയണ്ടേ? വരൂ. കേരളത്തിന്റെ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്താണ് പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത്. മൂക്കുന്നിമലയുടെ സാന്നിധ്യം കൊണ്ട് ഏറെ പ്രശസ്തമാണിവിടം. ഒട്ടനവധി കരിങ്കൽ ക്വാറികളും 15ഓളം ക്വാറി കുളങ്ങളും മൂക്കുന്നിമലയിൽ മാത്രമുണ്ട്. ഖനനം കാരണം മൂക്കുന്നിമലയുടെ സമീപ പ്രദേശമായ പള്ളിച്ചൽ ഗ്രാമത്തിൽ കടുത്ത ജലക്ഷാമമാണ് അനുഭവിച്ചിരുന്നത്. ഇവിടെ വെള്ളം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമാണ്. എൻ്റെ ഈ കിണർ 70 അടി താഴ്ച ഉണ്ട് ഈ കിണറ്റിന്. പക്ഷേ അടിയേറ്റം വന്നപ്പോൾ പാറയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അധികാരികളും ഉദ്യോഗസ്ഥരും പ്രദേശവാസികളും ചേർന്ന് ജലക്ഷാമം പരിഹരിക്കുന്നതിനായി പ്രായോഗിക മാർഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഉപയോഗശൂന്യമായ പാറക്വാറിയിൽ ശേഖരിക്കപ്പെടുന്ന വെള്ളം ഉപയോഗിച്ച് സമീപ പ്രദേശത്തെ കിണറുകൾ റീചാർജ് ചെയ്യുക എന്നതാണ് ജലക്ഷാമം പരിഹരിക്കുന്നതിനായി ഇവർ കണ്ടെത്തിയ മാർഗം. റീചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കിണറുകളുടെ അടുത്തേക്ക് വെള്ളം ചെന്നെത്തുന്ന രീതിയിൽ സമീപത്തായി റീചാർജ് പിറ്റുകൾ നിർമ്മിച്ച് ഗുരുത്വാകർഷണത്തിലൂടെ അവയിലേക്ക് വെള്ളം എത്തിക്കുക എന്നതാണ് ഈ ആശയത്തിലൂടെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചത്. ഭൂമിശാസ്ത്രവും മണ്ണിന്റെ സ്വഭാവവും ഭൂമിയുടെ ചരിവുമൊക്കെ ഇതിനായി പരിഗണിക്കപ്പെട്ടു. മൂക്കുന്നിമലയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു പാറക്വാറിയിലെ കുളമാണ് ആദ്യഘട്ടത്തിൽ ഇതിനായി തിരഞ്ഞെടുത്തത്. 80 സെന്റ് സ്ഥലമുണ്ട്. 60-70 അടിയോളം താഴ്ചയുണ്ട്. ഒരു 25-30 ലക്ഷം ടൺ വെള്ളം തന്നെ ഈ പാറക്വാറിയിലുണ്ട്. ആദ്യഘട്ടമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികൾ ഒരു വിശദമായ പ്രായോഗിക പഠനം നടത്തുവാൻ തീരുമാനിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും കേരള മണ്ണ് ജലസംരക്ഷണ വകുപ്പും കേരള ഭൂവിനിയോഗ ബോർഡും ചേർന്ന് തുടർ നടപടികൾ സ്വീകരിച്ചു. പ്രദേശത്തെ ഒരു കർഷകന്റെ പറമ്പിൽ ക്വാറിക്ക് 200 മീറ്റർ താഴെയായി 2.7 മീറ്റർ നീളവും 1.8 മീറ്റർ വീതിയും 1.5 മീറ്റർ ആഴവുമുള്ള ഒരു റീചാർജ് പിറ്റ് നിർമ്മിച്ചു. വെള്ളം മണ്ണിലേക്ക് കിനിഞ്ഞിറങ്ങുന്നതിനായി പിറ്റിന്റെ ഉള്ളിൽ കൽക്കരിയും മണലും ചല്ലിയും നിക്ഷേപിച്ചു. ഗുരുത്വാകർഷണത്തിന് അനുസൃതമായി പൈപ്പ് മുഖേന ക്വാറിയിൽ നിന്നുള്ള വെള്ളം റീചാർജിംഗ് പിറ്റിലേക്ക് എത്തിച്ചു. പിറ്റിലേക്കെത്തിയ വെള്ളം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുകയും സമീപത്തുള്ള കിണറുകളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്തു. വില വെറും 8000-ന് താഴെ ചിലവാക്കിക്കൊണ്ട് സൈഫോണിക് ആക്ഷനിൽ ഈ വെള്ളം എടുത്ത് താഴെ ഒരു പിറ്റിൽ റീചാർജ് ചെയ്യും. ഇതിൻ്റെ 3ൻ്റെ അന്ന് മുതൽ തന്നെ ഈ പരിസര പ്രദേശത്തുള്ള 10-20ഓളം വീടുകൾക്ക് അവരുടെ കിണറുകൾക്ക് സുലഭമായി വെള്ളം കിട്ടുകയും അങ്ങനെ ജലസമൃദ്ധിയുടെ ഭാഗമായിട്ട് ഇതുകൂടാതെ തന്നെ അടുത്ത ഒരെണ്ണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീചാർജിംഗ് പിറ്റ് നിർമ്മിച്ചതിന് ചുറ്റുമുള്ള 10ലധികം വീടുകളിലെ കിണറുകളിൽ വെള്ളത്തിന്റെ അളവ് ഈ രീതിയിൽ ഉയർന്നു. പ്രദേശത്തെ 14 കിണറുകൾ ഇതോടെ വർഷം മുഴുവൻ വെള്ളം ലഭിക്കുന്ന തരത്തിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു. നിലവിൽ 25ഓളം കുടുംബങ്ങൾ ഗാർഹിക കൃഷിക്കും വീട്ടിലെ മറ്റാവശ്യങ്ങൾക്കുമായി ഇതിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചു വരുന്നു. വളരെ മാറ്റമുണ്ടായി. എനിക്ക് മാത്രമല്ല, നമ്മുടെ ഈ പ്രദേശത്ത് ഒരു 10-12 കിണറുകളുണ്ട് ആളുകൾക്ക്. അവർക്കെല്ലാം ഇതുവരെ കുടിവെള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു പ്രദേശമാണിത്. അവർക്കെല്ലാം വെള്ളം സുലഭമായിട്ട് കിട്ടും. ഈ പാറക്കോറയ്ക്ക് പുറമെ തൊട്ടടുത്ത് വേറൊരു പാറക്കോറി നമ്മൾ റീചാർജ് ചെയ്യുന്നുണ്ട്. ആ റീചാർജ് തോട്ടിലേക്കാണ് വിടുന്നത്. ഈ തോട്ടിലൂടെയുള്ള റീചാർജ് പ്രകാരം ഒരു 5 ഹെക്ടറോളം കൃഷി ഭൂമിക്ക് വെള്ളം കൊടുക്കാൻ സാധിക്കും. 10, 100, 150 പേര് 150 കുടുംബം ആ കൃഷിയിൽ നിന്നും ഉപജീവനം കണ്ടെത്തുന്നു. ഏറ്റവും ലളിതമായതും ചെലവ് കുറഞ്ഞതുമായ ഈ പദ്ധതി മുഖാന്തരം ഒരു പ്രദേശത്തിനാകെ ഗുണമുണ്ടായി എന്നതാണ് ഈ പദ്ധതിയെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്.